ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ കുട്ടി ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. എൻ്റെ ഓഫീസിലെ ആദ്യത്തെ ഓണം സെലിബ്രേഷനാണ്. ഇപ്പോൾ സമയം ഒരു 5:45 ടൈമാണ്. ഇവിടെ എല്ലാവരും ഓഫീസിൽ നമ്മുടെ ഓണപ്പൂക്കളം കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇത് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഓണം സെലിബ്രേഷൻ വ്ളോഗാണ് അറ്റ് മൈ ഓഫീസ്. ഓക്കെ, സോ നമ്മൾ ഒരു 5:45 6 മണിയോട് കൂടി നമ്മുടെ എല്ലാ വർക്ക്സും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, പൂവൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. പൂവും കാര്യങ്ങളും പൂക്കളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി. നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് 8:30 തൊട്ടിട്ട് 5:30 വരെയാണ്. അപ്പം 5:30 തൊട്ടിട്ടാണ് നമുക്കിതൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം അലോട്ടഡ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ഒരു 5:30 ടൈമിൽ തന്നെ വേഗം എല്ലാവരും പൂവൊക്കെ മേടിക്കാൻ പോയി. നമ്മൾ വേഗം തുടങ്ങി, കാരണം നമ്മൾ ഒട്ടും ലേറ്റ് ആക്കണ്ടല്ലോ, നമുക്ക് വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകണ്ടേ. അപ്പോൾ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു ആ സമയം. ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഓഫീസിൽ. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓഫീസിലെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സഹകരിച്ചു. നമ്മളെല്ലാവരും നല്ല പൂവൊക്കെ കട്ട് ചെയ്തു, പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പൂക്കളം സെറ്റ് ചെയ്യാനായിട്ട് മെയിൻ ആൾക്കാരായിട്ടുണ്ടായിരുന്നത് രാഹുൽ ചേട്ടനും സംഗീത് ചേട്ടനും ആയിരുന്നു. അവരായിരുന്നു ഫുൾ പൂക്കളം വരച്ചതും അത് ഫുൾ കോർഡിനേറ്റ് ചെയ്തത് അവരാണ് കേട്ടോ. നമ്മൾ ഈ സഹായമായിട്ടുള്ള പൂക്കട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള എടുത്ത വീഡിയോ ആണ് കേട്ടോ. സോ ഗൈസ്, ഇന്നാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം ഞാൻ ഒരു കുർത്തയാണ് ഇട്ടത്. സാരി ഉടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ രാവിലെ ഈ മഴയത്തും പിന്നെ അതുപോലെ 8:30 നമുക്ക് പഞ്ച് ചെയ്യണം. അത് പോസിബിൾ ആവാത്തത് കൊണ്ട് ഞാൻ ഒരു വൈറ്റ് കുർത്ത ഇട്ടിട്ട് പോന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഓണം വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ പ്രത്യേകിച്ചൊന്നും പരിപാടികളുണ്ടായിരുന്നില്ല. നമ്മൾ പൂക്കളം വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്തു. കാരണം പൂക്കളം നമ്മൾ രാവിലെ വന്നിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണി 10:30 വരെ നമ്മൾ വർക്ക് ചെയ്തു കേട്ടോ. കാരണം നോർത്ത് ഇന്ത്യ ഒക്കെ വർക്കിംഗ് ആണല്ലോ. കേരളത്തിൽ മാത്രമല്ലേ ഈ ഓണം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നോർത്ത് ഇന്ത്യൻ നമ്മൾ ആൾക്കാരുണ്ട് ഇവിടെ വർക്ക് ചെയ്യാനും, പിന്നെ നമുക്ക് ഫീൽഡിലും എല്ലാത്തിലും ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കൂടി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, നോക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ അത് കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് അവസാനിപ്പിച്ച് ഒരു 10:30 11 മണിയോട് കൂടി നമ്മൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ തുടങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ വേഗം തന്നെ വർക്ക് തീർക്കാനുള്ള ധൃതിയാണ് കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മളുടെ സീനിയർ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫുൾ ലീഗൽ ടീം വരുന്നത്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഗ്രൂപ്പ് ഫോട്ടോസും ഡിപ്പാർട്ട്മെൻറ്റ് വോയിസും എല്ലാം എടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഒരു പ്രത്യേക ഒരു രസമല്ലേ. അപ്പോൾ അതെ, ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഓരോ സെക്ഷനിലാണ്. എല്ലാവരും മാറി മാറി ഫോട്ടോസും സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓഫീസിലെ ആദ്യത്തെ സെലിബ്രേഷനാണ് എനിക്ക്. ഇവരൊക്കെ മുമ്പേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ 2ാമത്തെയും 3ാമത്തെയൊക്കെ ഓണമാണ്. എനിക്ക് ആദ്യത്തെ ഓണമായത് കാരണം സ്പെഷ്യൽ തന്നെയായിരുന്നു. ഇത് നമ്മളുടെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്ന പൂക്കളാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഫ്ലോറിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലും നമ്മൾ ഒരു പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇന്നലെ തൊട്ടിട്ട് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ സീനിയേഴ്സാണ് കേട്ടോ, നമ്മുടെ ഓരോ സാർമാരാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് പായസം വന്നിട്ടുണ്ടായിരുന്നു, പാലട. അപ്പം അത് കുടിച്ചു. നല്ല അടിപൊളി പായസമൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത് നമ്മളെ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 കൂടി നമ്മൾ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ വർക്കൊക്കെ രാവിലെ തന്നെ തീർത്തു. ആ ഒരു 10:30 11 മണിക്കുള്ളിൽ നമ്മൾ തീർത്തു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇനി കുറച്ച് പരിപാടികൾ താഴെ ഉണ്ട്, അത് കാണാനായിട്ട് പോകാം. ഓക്കെ
ഉറക്കം വരുന്നുണ്ട് നല്ലപോലെ സദ്യ കഴിച്ചിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മളൊരു 2:30 കൂടിയിട്ട് നമ്മുടെ ഓണപ്പരിപാടികൾ തുടങ്ങിയിട്ടോ. ഓണക്കളികൾ ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് വടംവലിയായിരുന്നു. പിന്നെ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സത്യത്തിൽ വിട്ടുപോയി. അപ്പോൾ നമ്മൾ വടംവലി നല്ല അടിപൊളിയായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ നല്ല പോലെ പങ്കെടുത്തു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഗേൾസിനെയും ഉണ്ടായിരുന്നു, ബോയ്സിനെയും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ഞങ്ങളുടെ ടീമിന് നല്ല പ്രൈസൊക്കെ കിട്ടി കേട്ടോ. അപ്പം എൻ്റെ ഓണ സെലിബ്രേഷൻ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇനി വേറെ വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.